ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നെവിൻ്റെ വെറുപ്പ് ഈ ഒരു ലൈവിനകത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. അനുമോളടുത്തുള്ളൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഇതുവരെ പുള്ളിക്കാരൻ പഴയ സംഭവങ്ങളൊന്നും വിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് രാവിലെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് വേണ്ട, ബിഗ് ബോസ് തുടങ്ങിയ അന്ന് തൊട്ട്, ഈ സീസൺ തുടങ്ങിയ അന്ന് തൊട്ടുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട്, നെവിൻ മാത്രമല്ല മറ്റു പല ആൾക്കാരും അവിടെ അങ്ങനെ വെച്ചിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നെവിൻ, അനുവും അതുപോലെ നെവിനും തമ്മിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ. അമ്മൂമ്മയെ വിളിച്ചെന്നും അനു നെവിൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ പറയുന്ന നിൻ്റെ അമ്മൂമ്മയാണ് ആർട്ടിഫിഷ്യൽ കൊലസ്ട്രി എന്നൊക്കെ വിളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് സംഭവം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ അനുവിനെ പുറവേ നടന്ന് ചൊറിഞ്ഞുകൊണ്ട് പ്രൊവോക്ക് ചെയ്ത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനു പറഞ്ഞത്, ഇനി അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അമ്മൂമ്മയെ അപ്പൂപ്പനെ എല്ലാം ഞാൻ വിളിക്കും, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് ഞാൻ വിളിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും റിപ്പീറ്റായിട്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അനു അമ്മൂമ്മയ്ക്ക് വിളിച്ചത്. അപ്പം അതിൽ ഒരു കുഴപ്പമില്ല, കാരണം അത് കിട്ടേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ പറയും. കാരണം ഒരാളെ ഇങ്ങനെ പുറവേ നടന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ അസാൾട്ട് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിച്ച് പുറത്താക്കാനുള്ള പരിപാടിയിലൂടെയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള ഇത് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഈ അനുവിൻ്റെ അടുത്ത് മാത്രമാണ് ഇങ്ങനെ നെവിൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് അക്ബറിൻ്റെ അടുത്തും ആരിൻ്റെ അടുത്തും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം എൻ്റെ അമ്മൂമ്മയ്ക്കും എൻ്റെ അപ്പൂപ്പനെയും വിളിച്ചിട്ടും പോലും ഇവിടെ ഈ അനുവിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന കുറേ കണ്ടസ്റ്റൻസുകളുണ്ട്. അവരെയാണ് ഇവിടുന്ന് പുറത്താക്കേണ്ടത്. കാരണം ഇത്രയും പറഞ്ഞിട്ട് പോലും ഈ അനുവിനെ ജയിൽ നോമിനേഷനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നോമിനേഷനിലോ ആരും പറയുന്നില്ല, എടുക്കുന്നില്ല. അപ്പം ഇതിനൊക്കെ മിണ്ടാതിരിക്കുന്ന ഇവരെ വേണം, ഇവിടുന്ന് മറ്റുള്ള ആൾക്കാരെ വേണം. ഇത്രയും രീതിയിലൊക്കെ സംസാരിച്ച് അനുവിനെതിരെ മിണ്ടാതിരിക്കുന്ന ഇവരെ വേണം പുറത്താക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ചുമ്മാ നടന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷോ ഓഫ് കാണിച്ചുകൊണ്ട്. ഷോ ഓഫ് അല്ലാതെ എന്തുവാണ്? അല്ല, ഇത് സംഭവങ്ങളൊക്കെ വിട്ടിട്ടും പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വല്ല കാര്യമുണ്ടോ അതിൻ്റെ? ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി പുതിയ പ്രശ്നങ്ങൾ പിടിക്കാൻ നോക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട്, കാരണം ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതപ്പം തന്നെ വിടും. പക്ഷേ ഇതൊരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പുറത്ത് കാണുന്ന ഒരാളാണെങ്കിൽ അതെന്താണ്, അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പിന്നെ അവിടെ ഗെയിം കളിക്കുന്നതും പെരുമാറുന്നതും. എന്നിട്ട് വായി വരുന്ന എന്തൊക്കെയോ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തോ ഉദ്ഘാടന കൊലസ്ത്രീന്നോ ആർട്ടിഫിഷ്യൽ കൊലസ്ത്രീന്നോ എന്തോ ഇവിടുത്തെ എല്ലാവരെയും വെച്ച് വിളമ്പി തീറ്റിക്കാൻ നടക്കുന്ന കൊലസ്ത്രീന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുവിനെ പറഞ്ഞാൽ മതി. കാരണം ഇത് അനുവിൻ്റെ ഫാമിലി വന്ന സമയത്ത് അമ്മയും ചേച്ചിയും പറഞ്ഞാണ്, നീ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, അല്ല അടുക്കളയിൽ കയറി വിളമ്പാനല്ല ഇവിടെ വന്നത്. കാരണം എല്ലാ ആഴ്ചയും അനു കിച്ചൺ ടീമിൽ കാണും. ഇത് വല്ല കാര്യമുണ്ടോ അനുവിന്? പുള്ളിക്കാരിയുടെ ജോലി ചെയ്താൽ പോരെ? കിച്ചൺ ടീമിനകത്ത് ഇത്രയും ഇവിടെ പിടിച്ചു കിടക്കേണ്ട കാര്യം എന്താണ്? എന്നിട്ട് അത്രയും ആൾക്കാർക്ക് ഫുഡും ഉണ്ടാക്കി കൊടുത്ത് പുള്ളിക്കാരിക്കും അറിയത്തില്ല, പക്ഷെ പുള്ളിക്കാരിയും അവിടെ വന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. എന്നിട്ടും അത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം അവരെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് അവരെ വായിരിക്കുന്നതെല്ലാം കേൾക്കേണ്ട അവസ്ഥ വരുന്നൊരു കണ്ടസ്റ്റൻ്റാണ് അനു. ഇത് സാബുമോൻ വന്ന സമയത്ത് പുള്ളിക്കാരനും പറഞ്ഞു. കാരണം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമുള്ളൊരു വ്യക്തിയാണ് അനു. കാരണം എല്ലാ ആൾക്കാർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരെ തീറ്റിപ്പിച്ചിട്ട് അവസാനം കരഞ്ഞ് കണ്ണീരൊരുക്കുന്ന ഒരു അനുവിനെയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് സാബുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്റ്റിങ്ങിൻ്റെ ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ പുള്ളി അത് റോസ്റ്റായിട്ട് ചെയ്തെന്നെങ്കിലും അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഒരു സത്യമുണ്ട്. അത് ഉള്ളതായതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഫുഡും ഉണ്ടാക്കി കൊടുത്ത് കിച്ചണിൽ നല്ല എഫോർട്ട് ഇട്ട് ജോലിയും ചെയ്ത് അവസാനം ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള നെവിനെ പോലത്തെ ഉള്ള ആൾക്കാരെ വായിരിക്കുന്നതും കേട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവളാരെ ദഹന്തക്കാരിയാണോ, എല്ലാവർക്കും ഇങ്ങനെ വെച്ച് വിളമ്പി തീറ്റിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറയുന്നത്, വെറുതെ എന്തിനാണ് ചുമ്മാ ഈ നെവിനെ പോലത്തുള്ള ഈ വെറുപ്പീര് ടീമിൻ്റെയൊക്കെ വായിരിക്കുന്നത് കേട്ടോണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. അതാണ് കിച്ചണിൽ ഇനി കുക്ക് ചെയ്യാൻ കയറരുത്, അതാണ് വേണ്ടുന്നത്. അതങ്ങനെ വീണ്ടും അതിനകത്തോട്ട് പോയി കിടക്കുമല്ലേ, അതിനകത്തോട്ട് പോയി കിടന്ന്. അതുകൊണ്ട് തന്നെയാണ് അനുവിൻ്റെ ഫാമിലി വന്ന സമയത്ത് പറഞ്ഞത്, നീ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, അല്ലാതെ കിച്ചണിൽ പോയി കിടന്നിട്ട് അവിടെ അടിഞ്ഞുകൂടി കിടക്കാനും അവിടെ പോയി കിടന്ന്
അടിയും പിടിയും ഉണ്ടാക്കി ചുമ്മാ ബാക്കിയുള്ളവരെ വായിരിക്കുന്ന കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് അന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷെ അത് പുള്ളിക്കാരി കേട്ടില്ല. വീണ്ടും വീണ്ടും കിച്ചണിനകത്ത് പോയി കിടന്നിട്ട് ഈ നെവിനെ പോലത്തുള്ള ആൾക്കാരെ വായിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് തന്നെ രാവിലെ തന്നെ നൂറയും അതുപോലെ ആദിലും തമ്മിലൊരു ഫൈറ്റിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ചായയുമായിട്ട് ബന്ധപ്പെട്ട് അത് അനുവിൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം അവിടെ അനു ഇടുന്ന ചായക്കകത്ത് പഞ്ചസാരയില്ല, ഉപ്പില്ല, മധുരമില്ല, മധുരം കുറവാണ്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ അനു ഫുഡ് വയ്ക്കുന്നത്, പെണ്ണുങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഏരിയൊക്കെ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നൂറയും അതിലേക്ക് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നല്ലോ രാവിലെ. അപ്പം എന്നിട്ട് ഈ അനു ചായ ഇട്ടില്ല. അത് ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് അനു ചായ ഇട്ടിട്ടില്ല. അനുവിൻ്റെ ചായക്കകത്ത് മധുരം ഇല്ലെന്ന് പറഞ്ഞിട്ട് അനു ചായ ഇട്ടില്ല. അപ്പം നൂറ ചെന്ന് ചായ ഇടുന്നുണ്ട്. ചായ ഇട്ടിട്ട് അനുവിൻ്റെ ചായ അത് അനു ഷാനവാസിനും അനീഷിനും കൂടെ പപ്പാതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് നൂറ അവിടെ കടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഈ ഷാനവാസ് പറയുന്നുണ്ട്, കാരണം അത് അനു തന്നെ തന്ന ചായയാണ്, അല്ലാതെ എക്സ്ട്രാ ചായയൊന്നും അവർ എടുത്തിട്ടില്ല. അപ്പം ലാസ്റ്റ് നൂറയ്ക്ക് വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട, അത് അനുവിൻ്റെ വായി കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ്. മോർണിംഗിൽ ലൈവിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അതാണ് അവിടെ കിച്ചണിൽ പണിയെടുക്കണം. ഇവർ ഇത്രയും ആൾക്കാർക്ക് വെച്ച് വിളമ്പി കൊടുത്തിട്ട് ലാസ്റ്റ് അവരെയൊക്കെ വായിരിക്കുന്ന കേൾക്കേണ്ട വല്ല കാര്യമുണ്ടെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അനുവിന് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കിച്ചൺ ടീമിൽ ഇടുവാണെങ്കിൽ പോയി പണിയെടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ സത്യം പറഞ്ഞാൽ നെവിൻ ഭയങ്കര ഓവറായിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം ലാലേട്ടൻ വരുന്ന വീക്കെൻഡിൽ എടുത്തിട്ട് പ്രശ്നമാക്കാനുള്ള പരിപാടിയിലാണ് നെവിൻ നിൽക്കുന്നത്. അതുമാത്രമല്ല, എങ്ങനെയെങ്കിലും അനുവിനെ കൊണ്ട് മാക്സിമം പ്രൊവോക്ക് ചെയ്ത് ട്രിഗർ ചെയ്ത് ചൊറിഞ്ഞ് ഫിസിക്കൽ അസാൾട്ട് ചെയ്യിപ്പിച്ചിട്ട് പുള്ളിക്കാരിയെ പുറത്താക്കണം. അതാണ് ഇപ്പം നെവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. കാരണം ഒന്നെങ്കിൽ നെവിന് പേടിയുണ്ട്, നോമിനേഷനിൽ ഈ ആഴ്ച നെവിൻ പുറത്ത് പോകും എന്നുള്ളൊരു പേടി കിടക്കുവാണ്. അപ്പം എന്തായാലും പോവല്ലേ, അപ്പം പോകുമ്പോഴത്തേക്ക് അനുവിനെ കൂടെ കൊണ്ടങ്ങ് പോവാന്നുള്ള ധാരണയിലായിരിക്കും പുള്ളിക്കാരൻ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിലും ചൊറിഞ്ഞ് അനുവിനെ കൊണ്ടൊരു അടി വേടിപ്പിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ് പുറത്താക്കാമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും സത്യം പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടർ. അപ്പം പുള്ളി ഇപ്പം എൻ്റർടൈനിങ് ഒന്നുമല്ല, പുള്ളി ഇപ്പം ഫുള്ള് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു. അപ്പം എനിക്കിപ്പം തോന്നുന്നത് എന്തുകൊണ്ടും നെവിൻ എന്ന് പറഞ്ഞ ഈ മൂർഖം പാമ്പിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതുപോലെ സ്പ്ലിറ്റിംഗ് കോബ്ര എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ നെവിന് തന്നെയാണ് ചേരുന്നതെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള വെറുപ്പീരും കാര്യങ്ങളൊക്കെയാണ് ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം